ഹായ് വ്യൂവേഴ്സ്, അപ്പം വെൽക്കം ബാക്ക് ടു സുനാസ് ടോക്സ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളാണ്. അതായത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതിപ്പം ഒരു സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ കുട്ടികളോട് പറയാനുള്ളതാണ് പറയാൻ പോകുന്നത്. എങ്ങനെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ എനിക്ക് ഇതുപോലത്തുള്ള നല്ല നല്ല വീഡിയോസ് ഇനി ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവും. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് ഒരു സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലസ് 10th കഴിഞ്ഞാൽ തന്നെ ഒരു ഡിസ്റ്റൻ്റ് ഒരു ടൈം എത്തും. എന്ത് വേണം, സയൻസ് വേണോ, കൊമേഴ്സ് വേണോ, ഹ്യൂമാനിറ്റീസ് വേണോ ഒരു ക്വസ്റ്റ്യൻ അവിടെയാണ് ഫസ്റ്റ് വരുന്നത് അല്ലേ. നമുക്ക് ഒരു ചോയ്സ് വരുന്നത് അവിടെയാണ്. അപ്പോൾ ആ ഒരു ചോയ്സ് എടുക്കുമ്പം എല്ലാവരും ഇപ്പം സയൻസ് തന്നെ എടുക്കാൻ മിക്ക ആൾക്കാരും അതിന് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതായത് 10th കുറേ A+ ഒക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല മാർക്കുണ്ട് എന്നൊക്കെ കണ്ടിട്ട് എല്ലാവരും മെയിൻലി ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് സയൻസ് എടുത്താലേ ഒരു ഡിഗ്നിറ്റി കിട്ടുള്ളൂ എന്നെല്ലാം ചിന്തിക്കുന്ന കുറച്ച് കുട്ടികളുണ്ടാവും. കാരണം സയൻസ് എന്തോ വലിയ സംഭവമാണെന്ന് ആദ്യമേ കുറച്ച് ആൾക്കാരായല്ലോ മുൻപ് പഠിച്ചവരും അവരുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, വീടിൻ്റെ അടുത്തുള്ളവർ, അങ്ങനെ കുറച്ച് ആൾക്കാരെല്ലാം ഇവരോട് മുൻപേ പറഞ്ഞു വെച്ചു, എന്താ സയൻസിന് ഭയങ്കര ഗമ്യാടാ, സയൻസ് പഠിച്ച അതാവാടാ ഇതാവാ, അങ്ങനെയെല്ലാം പറഞ്ഞ് കുട്ടീനെ മനസ്സിൽ തന്നെ അവർ തോട്ട് വന്നു, സയൻസ് തന്നെയാണ് നല്ലത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും സയൻസിലേക്ക് പോകും. അങ്ങനെയാണ് സയൻസിനോട് എല്ലാവർക്കും പൊതുവേ ഒരു താല്പര്യം വരുന്നത്. പിന്നെ മെയിൻലി ആയിട്ട് കൊമേഴ്സ് എല്ലാം എടുക്കാൻ തുടങ്ങുമ്പം മെയിൻലി അവർ ചോദിക്കുന്ന കാര്യങ്ങളാണ്, എന്നാൽ ഈ കൊമേഴ്സിലെല്ലാം ഇത്ര പഠിക്കാനുള്ളത്, കൊമേഴ്സിലോ ഹ്യൂമാനിറ്റീസിലോ എന്താണ് ഇത്ര പഠിക്കാനുള്ളതെന്നാണ് അവർ ആദ്യം ചോദിക്കുന്ന ചോദ്യം. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, നിങ്ങളോട് ആരാ പറഞ്ഞത് കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും പഠിക്കാൻ ഒന്നുമില്ല എന്നൊരു കാര്യം? ആരോട് എപ്പോൾ പറഞ്ഞ കാര്യം? അത് ഏതൊരു സബ്ജക്റ്റ് എടുത്താലും നമ്മളതിൽ നല്ലോണം വർക്ക് ചെയ്താലും മാത്രമേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ അല്ലേ. വെറുതെ ഇരുന്നിട്ട് ആയിരിക്കും കൊമേഴ്സിലെ കുട്ടിക്കെല്ലാം വെറുതെ മാർക്ക് ഇട്ട് കൊടുക്കുക. എന്താ, കൊമേഴ്സിൽ വെറുതെ ഇരുന്നാലൊന്നും മാർക്ക് കിട്ടുന്ന ഒരു സബ്ജക്റ്റ് ഒന്നുമല്ല. സയൻസിലെ പോലെ എന്താ പറയുക, നിങ്ങളെപ്പോലെ തിയറി പ്രാക്ടിക്കൽസ് അങ്ങനെ ആയിട്ടില്ലെങ്കിലും ഉണ്ട്. ഞാനൊരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണ്. കൊമേഴ്സിലുണ്ട് നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ പഠിക്കാൻ. നമുക്ക് അക്കൗണ്ടിങ് ലോസ് ഉണ്ട് കാര്യങ്ങൾ പഠിക്കാൻ, കോർപ്പറേഷൻ എടുക്കുന്നതിന് കോപ്പറേറ്റീവ് ലോസ് ഉണ്ട് പഠിക്കാൻ, അല്ല അത് കൂടാതെ ബിസിനസ് ലോസ് ഉണ്ട്, ലോ ഉണ്ട് പഠിക്കാൻ വേണ്ടി. അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി. കമ്പനി ആക്ട് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ആക്ട് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളതിന് റിലേറ്റഡ് ആയിട്ട് പഠിച്ചു പോകുന്നു. അപ്പോൾ എല്ലാവരുടെയും വിചാരം എന്ന് വെച്ചാൽ ഈ കൊമേഴ്സ് വെറുതെ പഠിക്കാത്ത കുട്ടികൾ ചേരുന്ന, കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ പഠിക്കാത്ത കുട്ടികൾ ചേരുന്ന ഒരു ഗ്രൂപ്പാന്നുള്ളൊരു ധാരണ പൊതുവേ ഉണ്ട്. ആ ധാരണ ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. സയൻസിലോ ഇതിലോ നമുക്ക് താല്പര്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്നു തന്നെ. ഈ 10th മാത്സ് നന്നായിട്ട് ചെയ്യുക, അല്ലെ ബയോളജിക്ക് നല്ല മാർക്ക് ഉണ്ട്, ആ സയൻസ് സബ്ജക്ട്സിന് നല്ല മാർക്ക് കിട്ടുന്നവരായിരിക്കും മെയിൻലായിട്ട് സയൻസിൽ പോകുന്നവർ. അല്ലാത്തവർ എന്തായാലും കൊമേഴ്സിലേക്ക് പോവുള്ളൂ. അവർക്കറിയാം ഇനി പോയി കഴിഞ്ഞാൽ സയൻസ് ടഫായി വരുമോ. അപ്പം അവർക്ക് സയൻസും മാത്സും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ കൊമേഴ്സിൽ ചേരും. നമ്മളെ ക്ലാസ്സിൽ തന്നെ ഇഷ്ടം പോലെ കുട്ടികളുണ്ടായി, അവർക്ക് ഇല്ലായിട്ടൊന്നുമില്ല, കൊമേഴ്സിനോട് ഇഷ്ടമായിട്ട് വന്നവരുണ്ട്. അതുപോലെ തന്നെ നല്ലോണം പഠിക്കുന്ന കുട്ടികളും നമ്മളെ ടീമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാനതാ പറഞ്ഞത്. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, ഞാൻ നല്ലൊരു കുട്ടിയൊന്നുമില്ല കേട്ടോ, അങ്ങനെ വലിയ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. എനിക്ക് അന്നേരം ആ സമയത്ത് എനിക്ക് വിഷമമുണ്ടായിരുന്നു, അയ്യോ കൊമേഴ്സ് ആയി പോയല്ലോ, ഒന്ന് സയൻസ് കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള രീതിക്ക് ഞാനും ചിന്തിച്ചതാണ് ഫസ്റ്റ് ടൈം. പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റിയ സാധനം കൊമേഴ്സ് തന്നെയായിരുന്നു, അതാണ് ഞാനിതിലെത്തിപ്പെട്ടതെന്നുള്ള കാര്യം പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാനതുമായിട്ട് പൊരുത്തപ്പെട്ടു. നല്ല രസമുള്ള ക്ലാസ്സാണ് കൊമേഴ്സിന്. നമ്മളെ ക്ലാസ് പൊതുവേ ആ ക്ലാസ് നല്ല രസമുള്ള ക്ലാസ്സായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് ബോയ് ഫ്രണ്ട്സിനെ കിട്ടുന്ന ക്ലാസ്സാണ് നമ്മളെ +1 +2 ആ ടൈമിൽ കിട്ടുന്ന 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നെ കുറച്ചധികം ഫ്രണ്ട്സിന് വേറെയും കിട്ടി.
അപ്പം അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം, ഒരു കോഴ്സ് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം. സാധാരണ ഇപ്പോൾ കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മക്കും പറ്റാത്തതെന്തോ അത് എല്ലാം ചെയ്തു കൊടുക്കാൻ, അല്ലെങ്കിൽ അതെല്ലാം നേടിയെടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ഒരാൾക്കാരായിട്ടാണ് ഇപ്പോൾ കുട്ടികളെ പൊതുവെ അച്ഛനമ്മയും. നമുക്ക് എന്നാന്നും കഴിയാത്തത് അത് നീ ആവണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ പാരൻസിനോട് ഒരു കാര്യം പറയട്ടെ, നീ നല്ലോണം പഠിക്കണം, നല്ല ജോലിക്ക് എത്തണം എന്ന് ആ കുട്ടീനോട് പറയാം. അല്ലാതെ നീ നമുക്കെത്താൻ പറ്റാതെ പോയ സ്ഥലത്ത്, അല്ലെങ്കിൽ നമുക്ക് ഡോക്ടറോ എഞ്ചിനീയറോ നമുക്കാവാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് അത് നീ ആവണം എന്ന് പറഞ്ഞിട്ട് അത് ആ കുട്ടീനെ കൊണ്ട് പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾക്ക് ഒരു കാര്യം പറയാം, എന്ത് പറയാം, നമുക്കോ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റിയിട്ടില്ല, നിനക്ക് എന്ത് സൗകര്യവും സഹായവും വേണ്ടിക്ക് നമ്മൾ ചെയ്ത്, നീ നല്ലോണം പഠിക്കുക, അത് മാത്രമേ നീ ചെയ്യേണ്ടൂ, ബാക്കി കാര്യങ്ങളൊന്നും നീ ചിന്തിക്കണ്ട, നമ്മളതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു തരും. ഇങ്ങനെ നിങ്ങൾക്ക് പറയാം, പാരൻസിന് അങ്ങനെ പറയാം. ഇവർക്ക് നല്ല രീതിയിൽ ഗൈഡൻസ് ഒക്കെ കൊടുത്ത്, ഗൈഡൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന, ഏറ്റവും നല്ലോണം കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. വീട്ടിലുള്ളവർക്ക് തന്നെ ഏറ്റവും നല്ല ഗൈഡൻസ് കൊടുക്കാൻ പറ്റുക. അത് കൊടുത്ത് പിന്നെ അവർക്ക് ആവശ്യമുള്ള ബുക്സ് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കൊടുത്ത്, തീരെ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നില്ല എന്നുള്ള കേസ് ആണെങ്കിൽ, കുട്ടീനെ കൊണ്ട് തീരെ പറ്റുന്നില്ല എന്നൊരു ഇതിൽ വരുന്നുണ്ടെങ്കിൽ ഒരു ട്യൂഷൻ ക്ലാസ് ഒക്കെ വെച്ച് അവരെ മുൻപോട്ട്, അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേങ്കിൽ കുട്ടീനോട് ഇങ്ങനെ പറഞ്ഞ് കൊടുക്കരുത്, നീ ഡോക്ടർ ആവണം, അല്ലെങ്കിൽ നീ എൻജിനീയർ ആവണം, നീ അതായേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കരുത്. കുട്ടിക്ക് എന്താണോ ഇൻട്രസ്റ്റ് അതാവട്ടെ എന്ന് ചിന്തിക്കുക. അവർ എന്താണോ ഇൻട്രസ്റ്റ് അത് ഞാൻ പഠിപ്പിച്ചു തരും എന്ന് പറയാം. എനിക്കെന്താണോ താല്പര്യം അത് ഞാൻ പഠിപ്പിച്ചു തരും, അത് നമ്മൾ റെഡിയാണ്, എനിക്കെന്താണോ താല്പര്യം അത് ചെയ്യും. അല്ലാതെ എല്ലാ സമയവും ആ കുട്ടീനെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. പണ്ടൊക്കെ ഓക്കെ, കുട്ടികളെ ഫോഴ്സ് ചെയ്യാം, എനിക്കത് ശരിയാവില്ല, നമുക്കത് ശരിയാവില്ല എന്ന് നമുക്കറിയില്ല ചെറുപ്പത്തിൽ. അപ്പം അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കണം ഏതാ ശരി ഏതാ തെറ്റ്, എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു സമയത്ത് അച്ഛനും അമ്മക്കും പറഞ്ഞു കൊടുക്കാം, മോനെ ഇത് നിനക്ക് പറ്റിയ പരിപാടിയല്ല, ഇത് അല്ലേ മോളെ നിനക്കിത് പറ്റിയ പരിപാടിയല്ല, നീ ഇത് ചെയ്യണ്ട, അല്ലെ ചെയ്തോ എന്ന് പറയാം. അന്നേരം പറ്റും. പക്ഷെ ഇത്രയും വലുതായ ഒരാളാ എന്തിന് കമ്പൽ ചെയ്യുന്നു, ആ കുട്ടിക്ക് അറിയില്ലേ കുട്ടിക്ക് എന്ത് പഠിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ. അവർക്ക് എന്താണോ താല്പര്യം, ഇനിയിപ്പോൾ കൊമേഴ്സ് പഠിച്ചോ ഹ്യൂമാനിറ്റീസ് പഠിച്ചോ കുറച്ച് ഡിഗ്നിറ്റി കുറഞ്ഞോ, അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ വിചാരിക്കും നീ പഠിക്കാത്ത കുട്ടിയാന്ന് വിചാരിക്കും, അതുകൊണ്ട് നിനക്ക് എങ്ങനെയും സയൻസിന് സീറ്റ് കിട്ടിയാൽ പറ്റുള്ളൂ, അല്ലെങ്കിൽ സയൻസിന് സീറ്റ് കിട്ടാൻ വേണ്ടി നീ നല്ലോണം പഠിക്കണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടീനെ തല്ലിയ പ്രഷറായിട്ട് നിൽക്കരുത്. അതായത് ഏത് സമയം ട്യൂഷൻ ക്ലാസ്, പിന്നെയും ട്യൂഷൻ പിന്നെയും ക്ലാസ്, അങ്ങനെയൊന്നും ആയി പോരുത് ലൈഫ്. ഇങ്ങനെ സംഭവിച്ചാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, അവർക്ക് വലുതായി കഴിഞ്ഞാൽ പോലും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അതാണ് മെയിനായിട്ട് കുട്ടികളെ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം. ഇനി മുൻപോട്ട് എന്ത് എന്ന് ചിന്തിക്കുമ്പം മുൻപോട്ട് എന്നെക്കൊണ്ട് അതിന് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ഞാനെല്ലാം ഒരുപാട് പ്രാവശ്യം അനുഭവിച്ച ഒരു സംഭവം അത്. നമുക്ക് മുൻപോട്ട് ഒരു ഡിസിഷൻ നമുക്ക് തന്നെ എടുക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല? നമ്മൾ അങ്ങനെ ആയിപ്പോയി. എന്ത് കാര്യം മറ്റൊരാൾ പറഞ്ഞിട്ട്, അതായത് അച്ഛനോ അമ്മയോ അല്ല റിലേറ്റീവ്സോ ആരെങ്കിലും ഒരാൾ പറഞ്ഞ ഒരു കാര്യം കേട്ടിട്ട് നമ്മളതിൻ്റെ പുറകെ പോവാം. അപ്പം നമുക്ക് അതേ അറിയില്ല, അവരെന്താണോ പറയുന്നത് അതാണ് നമ്മൾ ശരി, അതുമായിട്ട് തന്നെ മുമ്പോട്ട് പോവാം. നമുക്കറിയില്ല അത് ശരിയാണോ തെറ്റാണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടക്കത്തിലേ ഈ ഒരു കാര്യം നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യും. എന്ത് പഠിക്കണം, നമുക്ക് എന്താണോ ഇൻട്രസ്റ്റ് അത് പഠിക്കുക. ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നുമല്ല, അച്ഛനമ്മയും കഷ്ടപ്പാട് വിചാരിച്ചിട്ട് സയൻസ് ഗ്രൂപ്പ് എടുക്കാണ്ടും മറ്റേ മെഡിസിന് പോകാണ്ടൊക്കെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരോട് പറയട്ടെ, നിങ്ങൾ പഠിക്കാൻ തന്നെ ശ്രമിക്കുക, പറ്റുന്നവർ പോലെ ബാക്കി നിങ്ങളെ വഴിയെ തേടി വരും. അതാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹം കഠിനമായിട്ട് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ തേടി വരും. അത് നേടിയെടുക്കാൻ ഈ ലോകം തന്നെ നിങ്ങളെ കൂടെ നിൽക്കുന്നല്ലേ. പണ്ട് ആർക്കിമിഡീസ് എന്തിൽ പറഞ്ഞിട്ടുള്ളത്, നമ്മളെ ആ ബുക്കിൽ എന്തായിരുന്നു ആ ബുക്കിൻ്റെ പേര്, ഒരു ബുക്ക് ഉണ്ടായിരുന്നു എനിക്ക്, ആൽക്കമിസ്റ്റിൽ പറഞ്ഞത് അല്ലേ. ആൽക്കമിസ്റ്റിൽ പറഞ്ഞത് എന്താ, ആൽക്കമിസ്റ്റിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, നീ ഒരു സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ ഈ ലോകം തന്നെ നിന്റെ കൂടെ നിൽക്കും എന്നല്ലേ പറഞ്ഞത്.
അപ്പോൾ അതാണ് നമ്മളെ സംഭവം. നമ്മൾ പഠിക്കാൻ പൈസ ഇല്ലാന്നോ അല്ലെ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് ബാക്കൗട്ടാണെന്നോ വിചാരിച്ചിട്ട് ആ ഒരു ആഗ്രഹം നമ്മൾ തള്ളിക്കളയേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നല്ലൊരു ആഗ്രഹമാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ആ ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടി ഈ ലോകത്ത് തന്നെ നിങ്ങളെ കൂടെ നിൽക്കുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അത് പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ആൽക്കെമിസ്റ്റ് എന്ന് പറഞ്ഞ ബുക്കാണ് എഴുതിയത് പൗലോ കൊയ്ലോൻ്റെ ബുക്കാണ്. സോറി, പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നത്. അപ്പം ആ ഇത് പറഞ്ഞതുപോലെ നമ്മൾ ലോകം മുഴുവൻ നമ്മളെ കൂടി ഉണ്ടാവും. ആരെങ്കിലും ഒരാളോ രണ്ടാളോ ആയിട്ട് നമ്മളെ സഹായിക്കാനുണ്ടാവും. ആ ഒരു വിശ്വാസത്തിൽ മുമ്പോട്ട് പോവുക, നല്ല രീതിക്ക് പഠിക്കുക, നല്ല കുട്ടികളായിട്ട് ഇരിക്കുക. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടായിട്ട് ഇതന്നെയാണ് എനക്കും പറ്റിയതെന്ന് വിചാരിച്ച് നിങ്ങൾ ആ വഴിക്ക് പോകാൻ നിൽക്കരുത്. ഫ്രണ്ട്സ് ആക്കും. അങ്ങനെ ചില കുട്ടികളുണ്ട്, ഫ്രണ്ട്സ് ഏത് കോഴ്സ് എടുക്കുന്നോ അതിന് ഞാനും പോകും, എൻ്റെ ഫ്രണ്ട് ഈ കോഴ്സിൽ പോകുന്നുണ്ട് അതുകൊണ്ട് എനിക്കും പോകണം എന്ന് പറഞ്ഞിട്ട് പോകുന്നവരുണ്ട്. വാശി പിടിച്ചിട്ട് അച്ഛനമ്മയും കഷ്ടപ്പെട്ട് അവരോട് കഷ്ടപ്പെട്ട് പൈസ എല്ലാം എങ്ങനെയെങ്കിലും തയ്യാറാക്കി പിടിപ്പിച്ചിട്ടെല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയും ചെയ്യാൻ പാടില്ല. കാരണം ആ കുട്ടി പോകുന്നത് കുട്ടീൻ്റെ ഇൻട്രസ്റ്റ് പ്രകാരമാണ്. അല്ലെങ്കിൽ എന്താ പറയുക, അവന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ടാ. മനസ്സിലായോ? അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് ആ ഒരു കുട്ടി പോകുന്നിടത്ത് തന്നെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആ ഫീൽഡിൽ ശോഭിക്കണം എന്നില്ല. ചിലപ്പോൾ ശോഭിച്ചാലും മതി. അത് റെയർ കേസസ് ആണ്. മിക്കവാറും ഈ ഫ്രണ്ട് പറഞ്ഞ് പോകുന്ന കേസിൽ നമ്മൾ ആ ഫ്രണ്ട് പറയുന്നത് മാത്രം കേട്ട് പോകുന്നതാണെങ്കിൽ നമ്മളതിൽ പെട്ടു പോവുകയുള്ളൂ. ഫ്രണ്ട് സയൻസ് എടുക്കുന്നു, ഞാനും സയൻസ് എടുക്കാമെന്ന് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് സയൻസ് എടുത്തതുകൊണ്ടാണ് ഫ്രണ്ടിന് പഠിക്കാൻ കഴിയുമെന്ന് ഫ്രണ്ടിന് അറിയുന്നതുകൊണ്ടാണ് ഫ്രണ്ട് എടുത്തത് അല്ലേ? അപ്പം നിങ്ങളത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളതിൽ പെട്ടുപോയുള്ളൂ. നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അയ്യോ നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല, സയൻസ് ആകെ നമ്മൾ തലയിലൊന്നും നിൽക്കുന്നില്ല എന്നുള്ളൊരു തോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, അയ്യോ വെറുതെ എടുത്തു പോയി. അങ്ങനെ തോന്നാതിരിക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ള കാര്യം. അതാ ആദ്യം. ഇപ്പം ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് തറപ്പിച്ച് പറയുന്നതെങ്കിൽ നോ പറയാൻ നിങ്ങൾക്ക് ഉറപ്പാണ്. അത് നിങ്ങളെ കൊണ്ട് പറ്റൂലെന്ന് പറയാൻ ഉറപ്പുള്ള കാര്യങ്ങളാണെങ്കിൽ നോ പറഞ്ഞിട്ട് തന്നെ ശീലിക്കുക. നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. അത് മസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരുന്ന ഒരു കാര്യമായിരിക്കും. നിങ്ങളോട് മെയിനായിട്ട് പറയാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ അതാണ്. നോ, നിങ്ങൾക്ക് പറ്റൂല എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ ആരും കമ്പൽ ചെയ്ത് നിങ്ങളത് ചെയ്യിക്കാതിരിക്കാൻ വേണ്ടി നോ പറയണം. നോ പറയുന്നതോട് ഒരു തെറ്റുമില്ല. നമ്മളെ കൊണ്ട് പറ്റാത്തതുകൊണ്ടല്ല അതിൽ നോ പറയുന്നത്. അപ്പം അതൊരു തെറ്റല്ല. നമുക്ക് തീരെ പറ്റാത്തതുകൊണ്ട് നമ്മൾ പറയുന്നത്. ഒന്നൊന്ന് ശ്രമിച്ച് നോക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്കൊന്ന് ശ്രമിച്ച് നോക്കാം. അതല്ല തുടക്കത്തിൽ അത് പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ അത് ഇല്ല, നോ എനിക്കത് പറ്റൂല, ഇനി എത്രയെല്ലാം പറഞ്ഞാലും എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ ഉറച്ചു നിൽക്കും. അല്ലാണ്ട് ആരെങ്കിലും എല്ലാം പറഞ്ഞെടുത്ത് മതി, ശരി ഇവരെല്ലാം പറഞ്ഞതല്ലേ, ചിലപ്പോൾ അത് ശരിയായിരിക്കുമെങ്കിലും എന്ന് വിചാരിച്ചിട്ട് അതിന് പോകാൻ നിൽക്കരുത്. അതും ഒരു ഫോൾട്ടായിട്ട് വരും. അപ്പം നോ പറയേണ്ട സ്ഥലത്ത് നോ തന്നെ പറഞ്ഞ് പഠിക്കാൻ ശീലിക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഈ നോ പറയാൻ മടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മാത്രമേ നഷ്ടങ്ങളുണ്ടാവും. വേറെ ഈ കാണുന്നവർക്കോ കേൾക്കുന്നവർക്കോ നമ്മുടെ ചുറ്റുമുള്ളവർക്കോ ഒന്നും ഒരു നഷ്ടം ഉണ്ടാവില്ല. അന്നേരം ആ ഒരു നോ പറയാത്തതിൻ്റെ നഷ്ടം നമുക്ക് മാത്രമേ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒരിക്കൽ കൂടി വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ബൈ.